نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തലമുറ വഴിപിഴച്ചു പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മറിയമിലെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പ്രവാചകന്മാർക്കും സ്വാലിഹീങ്ങൾക്കും ശേഷം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു തലമുറ വന്നു. അവർ നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്, നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. അവർ ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്നവരാണ്, അഥവാ വികാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ വഴിപിഴവ് കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹം പിഴച്ചു പോവാതിരിക്കാൻ, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് വഴിതെറ്റി പോവാതിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച അതിമഹത്തായ ഇബാദത്താണ് നമസ്കാരം. നമസ്കാരം യഥാർത്ഥത്തിൽ എല്ലാ നീചവൃത്തികളിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും തടയുന്ന അതുല്യമായ കാര്യമാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 45-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, "ഖുത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സ്വലാത്ത്." താങ്കൾക്ക് വഹയ്യായി ലഭിച്ച പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. വഅഖിമിസ് സ്വലാത്ത്, 5 വഖ്ത് നമസ്കാരം കൃത്യമായി നിലനിർത്തുക. എന്താ കാരണം? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയം നമസ്കാരം നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നു. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാഹുവിനെ ഓർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറയുന്നുണ്ട്. എന്നെ ഓർക്കാൻ വേണ്ടി താങ്കൾ നമസ്കാരം നിലനിർത്തുക. അപ്പോൾ നമസ്കാരം യഥാർത്ഥത്തിൽ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമസ്കാരം നമ്മെ തടയുന്നു. എന്നാൽ ഈ നമസ്കാരത്തിൽ വീഴ്ച വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജീവിതത്തിൽ ഈ നിലക്കുള്ള വെറുക്കപ്പെട്ട കാര്യങ്ങളും നീചവൃത്തികളും സംഭവിക്കുന്നു. മാത്രമല്ല
പിന്നീട് അവർ മതത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്നു. അവർ വഴികേട് കണ്ടെത്തുന്നതാണ്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? എനിക്ക് ഇസ്ലാം തന്നെ വേണ്ട, ഞാൻ മതനിഷേധിയാണ് എന്ന് പറയേണ്ടതില്ല. ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് മതത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മതം വേണ്ട എന്ന് പ്രഖ്യാപിക്കൽ മാത്രമാണ് എന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിലും പ്രവാചകന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിലും ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇസ്ലാമിനെ ഗൗരവതരമായ ഒരു വിഷയമായി പരിഗണിക്കാതിരിക്കുകയും ഖുർആനിന്റെയും ദീനിന്റെയും നിയമങ്ങളോട് എല്ലാ നിലക്കുമുള്ള അശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നത് ഒരു നിലക്ക് മതത്തെ നിഷേധിക്കൽ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ആധുനിക തലമുറ എത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമസ്കാരത്തിലെ കൃത്യനിഷ്ഠയില്ലായ്മയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മാത്രമല്ല, പിശാച് ഏറ്റവും വലിയ ഒരു ഉദ്ദേശമായി, ഒരു പ്ലാനായി നടപ്പിൽ വരുത്തുന്ന കാര്യം മുസ്ലിമീങ്ങളെ നമസ്കാരത്തിൽ നിന്ന് തടയുക എന്നതാണ്. മദ്യവും ചൂതാട്ടവുമെല്ലാം നിഷിദ്ധമാണ്, അത് പിശാചിൽ നിന്നുള്ള മ്ലേച്ഛതകളാണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം സൂറത്തുൽ മാഇദയിലെ 91 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നമാ യുരീദു ശൈത്താൻ, പിശാച് ഉദ്ദേശിക്കുന്നു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ, ചൂതാട്ടത്തിലൂടെയും മദ്യത്തിലൂടെയും പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയാൻ പിശാച് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത് ശൈത്താന്റെ ഇറാദത്താണ്. ശൈത്താന്റെ ശക്തമായ പ്ലാനിങ്ങുകളിൽ ഒന്ന് മനുഷ്യൻ എങ്ങനെ അല്ലാഹുവിനെ ഓർക്കാതിരിക്കാം, അതിനെന്തുണ്ട് വഴി എന്ന് പിശാച് ചിന്തിക്കുന്നു. നമസ്കാരത്തിൽ നിന്നും പിശാച് നിങ്ങളെ തടയുന്നു. 5 വക്ത് നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നത് പിശാചാണ് പ്രധാനമായും. അത് പിശാചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തെ മെല്ലെ മെല്ലെ വൈകാരിക വിഷയങ്ങളുടെ പിന്നാലെ കൊണ്ടുപോവുക. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. ഷഹവാത്തുകളുടെ പിന്നാലെ പോയാൽ, വൈകാരിക വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ നമസ്കരിക്കാൻ താല്പര്യം ഉണ്ടാവുകയില്ല. എന്തിനേറെ പറയണം, ഒരു മൊബൈൽ ഫോണിൽ ഒരാൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്താലും ജമാഅത്ത് നടന്നാലും ഇതിൽ നിന്ന് തലയെടുക്കാൻ പറ്റാത്ത വിധം അവനെ അതിൽ അഡിക്റ്റ് ആക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് തന്നെ അവന് നമസ്കരിക്കാൻ ഇഷ്ടമുണ്ടാകുന്നില്ല. താൻ എന്തൊരു വിനോദത്തിലാണോ ഉള്ളത് അതിനെ ഒഴിവാക്കാൻ അവന് സാധിക്കുന്നില്ല. ഒരു കളി നിർത്തിവെക്കാൻ അവന് കഴിയുന്നില്ല. ഒരു വിനോദം നിർത്തിവെക്കാൻ അവന് കഴിയുന്നില്ല. അങ്ങനെ അവൻ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നു, ശഹവാത്തിന്റെ പിന്നാലെ പോകുന്നു. പിന്നീട് മെല്ലെ മെല്ലെ മതത്തോട് അവന് താല്പര്യം കുറഞ്ഞു പോകുന്നു. മതത്തെ അവൻ അവഗണിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ നാം പാലിക്കുകയും നമ്മുടെ മക്കളെയും ആ നിലയ്ക്ക് കൃത്യനിഷ്ഠയുള്ളവരാക്കി നാം വളർത്തുകയും ചെയ്യണം. ഇനി നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മറ്റു നമസ്കാരങ്ങളെയെല്ലാം സംരക്ഷിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരം നിലകൊള്ളുന്നുണ്ട്. അതാകുന്നു സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരം, സുബഹി നമസ്കാരം. സുബഹി നമസ്കാരം ഉപേക്ഷിക്കുന്നത് ഗുരുതരമായ കാര്യമാണ്. പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. ആ വിഷയത്തിൽ വന്ന ചില ഹദീസുകൾ ശ്രദ്ധിക്കൂ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ലൈസ സ്വലാത്തുൻ അഖല അലൽ മുനാഫിഖീന മിനൽ ഫജ്രി വൽ ഇശാ. കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമുള്ള 2 നമസ്കാരങ്ങൾ, ഒന്ന് ഫജ്ർ നമസ്കാരവും മറ്റൊന്ന് ഇശാ നമസ്കാരവുമാണ്. എന്നാൽ വലൗ യഅലമൂന മാ ഫീഹിമാ, അതിലുള്ള ബറക്കത്ത്, അതിലുള്ള ഖൈറുകൾ, അതിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച്, അതിന്റെ പുണ്യത്തെ സംബന്ധിച്ച്, അത് ഉപേക്ഷിച്ചാലുള്ള ദോഷത്തെ സംബന്ധിച്ചും മുസ്ലിം ഉമ്മത്ത് അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും അവർ പള്ളിയിൽ വരുമായിരുന്നു. അവിടെ എന്നാ പറഞ്ഞത്, അഥവാ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിന് അത് പറയില്ല. പിന്നെയോ പള്ളിയിലേക്ക് വരുന്നതിനാണ് അത് പ്രയോഗിക്കുക. ആ 2 നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുവാൻ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും അവർ വരുമായിരുന്നു.
ലഖദ് ഹമംതു, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഖദ് ഹമംതു അൻ ആമുറ അൽ മുഅദ്ദിന ഫയുഖീമ സുമ്മ ആമുറ റജുലൻ യഖുമു الناس ثم آخذ شعلة من نار فأحرق على من لا يخرج إلى الصلاة بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുമോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുമോ ഒരാളെ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് പള്ളിയിൽ ബാങ്ക് കേട്ടിട്ടും പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരാത്ത ആളുകളുടെ വീടുകൾ കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം അവരിൽ യാതൊരു ഖൈറുമില്ല. അത്തരം ആളുകളുള്ള ഒരു സൊസൈറ്റി തകർന്നു പോകും, അവർ വഴിവേച്ചു പോകും. നമസ്കാരം അവർ ഉപേക്ഷിച്ചാൽ അതിലൂടെ വഴിവേഴ് സംഭവിക്കും. അത് അവർക്കും സമൂഹത്തിനും എല്ലാം അപകടമാണ്. അല്ലാഹുവിന്റെ പൊതുവായ ശിക്ഷ വരാൻ അതിന് കാരണമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പള്ളിയിലേക്ക് ഫജ്റിനും ഇശാഇനും ഒക്കെ ജമാഅത്തായി നമസ്കരിക്കാൻ വരാത്ത ആളുകളുടെ വീടുകൾ കത്തിച്ചു കളയുവാൻ ഞാൻ ഉദ്ദേശിച്ചു പോയി, എനിക്ക് തോന്നിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫജ്ർ നമസ്കാരം അതിൽ എമ്പാടും ഖൈറുകളുണ്ട്. പിന്നീട് ആ ദിവസത്തിലുള്ള മറ്റു ഇബാദത്തുകൾക്ക് ഫജ്ർ നമസ്കാരം നമ്മെ സഹായിക്കും. ഇൻഷാ അല്ലാഹ് ആ ഹദീസുകൾ വഴിയെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടു, മൻ സ്വല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ഇശാ നമസ്കാരം ആരെങ്കിലും ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി പകുതി വരെ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചവന്റെ പ്രതിഫലം കൂടി അതിന്റെ കൂടെ അല്ലാഹു കൂടുതലായി നൽകുന്നതാണ്. വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, സുബഹി നമസ്കാരം ആരെങ്കിലും ജമാഅത്തായി നിർവഹിച്ചാൽ, അവിടെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു എന്നല്ല പറയുന്നത്, ഫീ ജമാഅത്തിൻ ജമാഅത്തായി നിർവഹിച്ചാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. മുസ്ലിം ഉമ്മത്ത് മഹാഭൂരിപക്ഷം ആളുകളും നഷ്ടപ്പെടുത്തുന്നത് എത്രമാത്രം വലിയ ഫളാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ബുറൈദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശീൽ മശായിന ഫി ദുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഇരുട്ടിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്ന, അഥവാ ഇശാ നമസ്കാരം രാത്രിയാണ്, സുബഹി രാത്രിയാണ്, ആ ഇരുട്ടിലും ഇരുട്ടിനെ വകവെക്കാതെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന, നടന്നു പോകുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. ഖിയാമത്ത് നാളിൽ സമ്പൂർണമായ പ്രകാശം അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. കാരണം ഖിയാമത്ത് നാളിന്റെ പൊതുവെയുള്ള സ്വഭാവം ഇരുട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് പ്രത്യേകമായ പ്രകാശം നൽകുന്നു. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പ്രകാശം നൽകുന്നു. ആ പ്രകാശത്തിന്റെ തോതനുസരിച്ചാണ് നരകത്തിന്റെ മേലെ സ്ഥാപിക്കപ്പെടുന്ന സിറാത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നത്. ആ പ്രകാശത്തിൽ കുറവ് വന്നാൽ സിറാത്തിലൂടെയുള്ള നടത്തത്തിലും പ്രയാസമുണ്ടാകും. എന്നാൽ സമ്പൂർണമായ പ്രകാശം ലഭിക്കും. സിറാത്തിലൂടെ എളുപ്പത്തിൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. സന്തോഷവാർത്ത അറിയിക്കണം. പക്ഷെ അത് ആർക്ക് മാത്രമുള്ളതാണ്? ഇശാ നമസ്കാരവും ഫജ്ർ നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുവാൻ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സ്വല്ലൽ ബർദൈനി ദഖലൽ ജന്ന. രണ്ട് തണുപ്പിന്റെ സന്ദർഭങ്ങളിൽ ആരാണോ നമസ്കരിക്കുന്നത് അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. സയ്യദുഖുലു എന്നല്ല പറഞ്ഞത്, ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞു അവർ. ഏതാണ് ഈ രണ്ട് ബർദുകൾ? ഒന്ന് ഫജ്റിന്റെ സമയം, മറ്റൊന്ന് അസ്റിന്റെ സമയമാണ്. കാരണം എന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഫജ്ർ നമസ്കാരമാണ്, മറ്റൊന്ന് അസ്ർ നമസ്കാരമാണ്. കാരണം അതിന്റെ തൊട്ടു മുമ്പ് ആളുകൾ ഉറങ്ങുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് തോന്നുന്ന സന്ദർഭമാണ്. അവിടെ ഉറക്കിനെ അവഗണിക്കുകയും എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്താൽ
അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലൻ യലിജന്നാറ അഹദുൻ, ഒരാളും നരകത്തിലേക്ക് പോകില്ല. അഹദുൻ എന്നാണ് പറഞ്ഞത്, ഒരാളും നരകത്തിലേക്ക് പോകില്ല. സ്വല്ല ഖബ്ല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമസ്കരിച്ചവർ അഥവാ ഫജ്ർ നമസ്കരിച്ചവർ, വഖബ്ല ഗുറൂബിഹാ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമസ്കരിച്ചവരും അഥവാ അസ്ർ നമസ്കരിച്ചവർ. സുബഹി നമസ്കാരവും അസ്ർ നമസ്കാരവും ഒരാളുടേത് കൃത്യമാണെങ്കിൽ മറ്റു നമസ്കാരങ്ങൾ അയാളുടേത് കൃത്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയപ്പെട്ടതില്ല. അതുകൊണ്ട് ഈ രണ്ട് നമസ്കാരങ്ങളും നിർവഹിക്കുന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അവർ സ്വർഗ്ഗത്തിൽ തീർച്ചയായും പ്രവേശിപ്പിക്കപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗ്ഗത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കേണ്ടതില്ലേ? ആ നരകത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടേണ്ടതില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഫജ്ർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നിർവഹിക്കുവാൻ നാം താല്പര്യം കാണിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അസ്ർ നമസ്കാരത്തിൽ നാം താല്പര്യം കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇശാ നമസ്കാരത്തിൽ നാം താല്പര്യം കാണിക്കാത്തത്? ശ്രദ്ധിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് റകഅത്തുൽ ഫജ്രി ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. ഫജ്ർ നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതാണ് റകഅത്തുൽ ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫജ്റിന്റെ 2 റക്അത്തല്ല, ഫജ്ർ നമസ്കരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും അതിലുള്ള വിഭവങ്ങളെക്കാളും ഖൈറാണ് എന്നാണ്. ഈ ദുനിയാവിൽ എത്രമാത്രം സമ്പത്തുണ്ട്, സ്വർണം, വെള്ളി, രത്നങ്ങൾ, എന്തൊക്കെയുണ്ട് ഈ ഭൂമിയിൽ, അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ട് ഇത് വേണമോ അതല്ല 2 റക്അത്ത് നമസ്കരിക്കാൻ തൗഫീഖ് വേണമോ എന്ന് ചോദിച്ചാൽ ഒരു അടിമ ആ 2 റക്അത്ത് തിരഞ്ഞെടുക്കും, പരലോകത്ത് അതിന്റെ പ്രതിഫലം അറിഞ്ഞാൽ. അപ്പോൾ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞാലും ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിന് അത് തുല്യമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഫജ്ർ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും? ഇത് ഫജ്റിന്റെ മുമ്പുള്ള സുന്നത്താണെങ്കിൽ ഫജ്ർ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു പ്രാധാന്യം പറയാൻ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് പരിശോധിക്കുക. ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ് കുന്ന ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു രാത്രിയിൽ. ഫനദറ ഇലൽ ഖമരി യഅനി ലൈലതൻ യഅനി ബദർ, 14ാം രാവിന്റെ ദിവസമായിരുന്നു അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി, ചന്ദ്രനെ നോക്കി. 14ാം രാവിലെ ചന്ദ്രന്റെ ഒരു ഭംഗി എത്രയായിരിക്കും, അതും പ്രത്യേകിച്ച് മരുഭൂമിയിൽ വെച്ച് കാണപ്പെടുമ്പോൾ. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും, ആകാശഭൂമികളെ സൃഷ്ടിച്ച അതുല്യനായ സൃഷ്ടാവിനെ, നാം അങ്ങേയറ്റം സ്നേഹിക്കുന്ന റഹ്മാനായ റബ്ബിനെ, നാം അങ്ങേയറ്റം ഭയപ്പെടുന്ന റഹ്മാനായ റബ്ബിനെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷങ്ങളുടെയും ഉടമസ്ഥനായ തുല്യതയില്ലാത്ത ആ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലാ തുദാമ്മൂന ഫി റഅയതിഹി, ആ റബ്ബിനെ കാണുന്നതിൽ ഒരു വിഷമവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുകൊണ്ട് فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها فافعل, അതുകൊണ്ട് ഫജ്ർ നമസ്കാരം അഥവാ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള 2 നമസ്കാരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ചില റിവായത്തുകളിൽ കാണാം സ്വർഗ്ഗലോകത്ത് വെച്ച് എല്ലാ രാവിലെയും വൈകുന്നേരവും വിശ്വാസികൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുന്നതാണ് ചില റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ആ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ കാണണമെങ്കിൽ നിങ്ങൾ ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ثم قرأ وسبح بحمد ربك قبل طلوع الشمس وقبل الغروب, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം എന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കൊടുക്കുകയും ചെയ്തു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സഫരീൽ ഗാമിദി റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി
ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാത സമയത്തിൽ നീ ബറക്കത്ത് നൽകണമേ. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നവർക്കുള്ളതാണ് ആ ബറക്കത്ത്. കാരണം അല്ലാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്ത് ഇറങ്ങുന്ന സമയമാണത്. ആ സമയത്ത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത്, എങ്ങനെയാണ് അവരുടെ ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ നാം നമസ്കാരം നിർവഹിക്കേണ്ടതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ഇദാ ഫഖദ്നാ റജുല ഫീ സ്വലാത്തിൽ ഇശാഇ വൽ ഫജ്രി അസദ്നാ ബിഹി വൻ. ഫജ്ർ നമസ്കാരത്തിനും അതേപോലെ തന്നെ ഇശാ നമസ്കാരത്തിനും ചില ആളുകളെ പള്ളിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവരെ കുറിച്ച് ഞങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടാകാറുണ്ട്. എന്താണ് ആ തെറ്റായ ധാരണ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നത്, മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, നാളെ ഖിയാമത്ത് നാളിൽ മുസ്ലിമായിക്കൊണ്ട്, കാഫിറായിക്കൊണ്ടല്ല, മുനാഫിഖായിക്കൊണ്ടല്ല, മുസ്ലിമായിക്കൊണ്ട് റബ്ബിനെ കാണണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുഹാഫിദു അലാ ഹൗലാഇ സ്വലവാത്ത്, ഈ 5 വഖ്ത് നമസ്കാരത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ, കാരണം ബാങ്കിൽ പറയുന്നത് എന്താണ്? ഹയ്യ അലാ സ്വലാ, ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ് വിജയം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു, അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. അപ്പോൾ നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. അഥവാ ഉലമാക്കൾ പറയുന്നത്, വിജയിക്കുവാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഏതേത് മത്സരങ്ങളുണ്ടോ ആ മത്സരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് പോകാനുള്ള മത്സരമാണ് എന്നാണ്. നാം ദുനിയാവിലെ ഏതെങ്കിലും ചില പരീക്ഷകൾ ജയിക്കാൻ വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങളാണ് വിദ്യാർത്ഥികൾ കാണിക്കുന്നത്. ഇന്റർവ്യൂവിൽ ജയിക്കാൻ വേണ്ടി ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കച്ചവടത്തിലും ബിസിനസ്സിലും ലാഭമുണ്ടാകാൻ വേണ്ടി ആളുകൾ എന്തൊക്കെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചെയ്തുമുട്ടുന്നു. എന്നാൽ ഏറ്റവും വലിയ വിജയമായ നമസ്കാരത്തിന്റെ കാര്യത്തിലോ ഈ ശ്രദ്ധയില്ല തന്നെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യഥാർത്ഥ വിജയം പള്ളിയിലാണ്, അവിടെ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിലാണ്. അതുകൊണ്ട് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് വിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് വരണം. ഫഇന്നല്ലാഹ ശറഅ ലനബിയിക്കും സുനനൽ ഹുദാ വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സന്മാർഗ്ഗം കാണിച്ചിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് 5 വഖ്ത് നമസ്കാരം. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി ലതറക്തും സുന്നത നബിയിക്കും, പള്ളിയിൽ വരാതെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ചില ആളുകളെ പോലെ നിങ്ങളുമായാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ് നിങ്ങൾ ഒഴിവാക്കുന്നത്. വലൗ തറക്തും സുന്നത നബിയിക്കും ലവലത്തും, നബിയുടെ സുന്നത്ത് നിങ്ങൾ ഒഴിവാക്കിയാലോ നിങ്ങളും വഴികേടിലായി പോകും. അതാണ് നേരത്തെ പറഞ്ഞത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവർ വഴിതെറ്റി പോകും, തീർച്ചയാണ്. അതുകൊണ്ട് ജമാഅത്തായുള്ള നമസ്കാരം ഉപേക്ഷിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോകും. ശേഷം അദ്ദേഹം പറയുന്നത്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ ജമാഅത്തിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. അല്ലാത്ത മുനാഫിക്കുകൾ വരെ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നമ്മളുടെ യാഥാർത്ഥ്യം ആളുകൾ തിരിച്ചറിയും, നബി തിരിച്ചറിയും എന്ന് കരുതിയിട്ട് മുനാഫിക്കുകൾ വരെ പ്രയാസപ്പെട്ട് 5 വഖ്ത് വന്നിരുന്നതാണ്. കാരണം നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിൽ വരാത്ത ആളുകളെ ആ നിലക്കായിരുന്നു നബിയും സ്വഹാബികളും പരിഗണിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ആരെയും മുനാഫിക്കാണെന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നാം നമ്മുടെ വിഷയത്തിൽ ഭയപ്പെടാൻ വേണ്ടിയും ജാഗ്രത പുലർത്താൻ വേണ്ടിയും പറയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സുബഹി ജമാഅത്തായി നമസ്കരിക്കാത്ത ഒരു വ്യക്തിയുടെ ആ ദിവസവും ആ പ്രഭാതവും
എത്ര മോശമായിരിക്കും എന്ന് നാം ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാഖിദു ശൈത്താനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ തലത വഖതി. നിങ്ങൾ ഉറങ്ങുമ്പോൾ ശൈത്താൻ നിങ്ങളുടെ പിരടിയിൽ 3 കെട്ടുകൾ കെട്ടുന്നുണ്ട്. യദ്രിബു കുല്ല ഉഖദത്തിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. ഓരോ കെട്ടുകൾ പിശാച് എങ്ങനെയാണ് അത് കെട്ടുന്നത് നമുക്കറിയില്ല. അത് ഗൈബിയായ ലോകമാണ്. ശൈത്താനെ നമുക്ക് കാണാൻ പറ്റില്ല. ശൈത്താൻ എങ്ങനെ അത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അങ്ങനെ ഒരു കെട്ട് പിശാച് കെട്ടുന്നുണ്ട്. ഓരോ കെട്ടിലും പറയും ദീർഘമായ രാത്രിയാണ്, നന്നായി ഉറങ്ങിക്കോ എന്ന് പറയും. നിങ്ങളിൽ ഒരാൾ എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേറ്റ് അല്ലാഹുവിനെ ഓർത്താൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും. പക്ഷെ 2 കെട്ട് കൊണ്ട് ബാക്കിയുണ്ട്. നന്നായി വുളു എടുത്താൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. എന്നിട്ട് നിശ്ചയിക്കപ്പെട്ടത് പ്രകാരം ഫജ്ർ നമസ്കരിച്ചാൽ 3 കെട്ടും അഴിഞ്ഞു പോകും. നാം നേരത്തെ സൂചിപ്പിച്ചു, പിശാച് ശ്രദ്ധിക്കണം എന്താണ്? നമസ്കരിക്കാതിരിക്കണം. ഇയാൾ ഫജ്റിന് എഴുന്നേറ്റ് പള്ളിയിൽ പോകരുത്. ഇത് പിശാചിന്റെ ശക്തമായ പ്ലാനാണ്. അതിനാണ് ഈ കെട്ട്. ഈ കെട്ട് പൊട്ടിച്ചേ മതിയാകും. അതിനെന്ത് വേണം? എഴുന്നേറ്റ് വുളു എടുത്ത് നമസ്കരിക്കണം. അങ്ങനെയായ അന്നത്തെ ദിവസം നല്ലൊരു മനസ്സോടുകൂടിയായിരിക്കും, നല്ല ഉഷാറായി ഒരു ബർക്കത്തുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. ഇല്ലെങ്കിൽ വളരെ മോശമായ ഒരു നഫ്സ് ഉണ്ടാകും. അവൻ മടിയനായിരിക്കും. ഏതാണ് ഈ മടി? ശ്രദ്ധിക്കുക. ചില ആളുകളെങ്കിലും ചിന്തിക്കും, ഞാൻ ഫജ്റൊന്നും നമസ്കരിക്കാറില്ല, എന്നാലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് ഇവിടെ മടി. അവിടെയാണ് ഉലമാക്കൾ പറഞ്ഞത്, ആ മടി ഇബാദത്തിനുള്ള മടിയാണ്. ഫജ്ർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാത്ത അല്ലെങ്കിൽ ഫജ്ർ നമസ്കരിക്കാത്ത ഒരാൾക്ക് മറ്റ് ഇബാദത്തുകളൊക്കെ മടിയാകും. അന്നത്തെ ദുഹറും അസറുടെ ഒക്കെ കാര്യം എങ്ങനെയായിരുന്നു? അന്നത്തെ അദ്കാറുകളുടെ കാര്യവും അങ്ങനെയായിരുന്നു. അഥവാ അയാൾ മടിയനാകുന്നത് ദീനിന്റെ വിഷയത്തിലായിരിക്കും, ദുനിയാവിന്റെ വിഷയത്തിലല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മടിയും അലസതയും ഇല്ലാത്ത തെളിഞ്ഞ ഒരു മനസ്സോടുകൂടി ഓരോ ദിവസവും കടന്നു പോകണമെങ്കിൽ 5 വഖ്ത് നമസ്കാരം, പ്രത്യേകിച്ചും ഫജ്ർ നമസ്കാരം നിർവഹിച്ചേ മതിയാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുഖിറ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരാളെ കുറിച്ച് പറയപ്പെട്ടു, അയാൾ ഉറങ്ങുകയാണ്, സുബൈ വരെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങി, സുബൈ നമസ്കരിച്ചില്ല. നമസ്കരിക്കാൻ പോയതേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ കാതിൽ പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഫജ്ർ നമസ്കരിക്കാത്ത ഒരാളുടെ കാതിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. ഈ മൂത്രത്തോടു കൂടിയാണ് ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ അയാളുടെ ആ ദിവസം എത്ര മോശമാണ് എന്ന് ചിന്തിക്കുക. മൂന്നാമത്തത് വളരെ ഗൗരവമുള്ള മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരാണോ സുബൈ നമസ്കാരം നിർവഹിക്കുന്നത് അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഫലാ യത്റൂബന്നകുമുല്ലാഹു മിൻ ദിമ്മതിഹി ബിശൈഇൻ ഫയുദ്രികഹു ഫയകുബ്ബഹു ഫീ നാരി ജഹന്നം. അല്ലാഹു ഒരാൾക്ക് സംരക്ഷണം കൊടുത്താൽ പിന്നെ അയാളെ ഉപദ്രവിക്കാൻ ആര് വന്നാലും അല്ലാഹു അയാളെ ഫോളോ ചെയ്യുകയും പിടിക്കുകയും നരകത്തിൽ ആ വ്യക്തിയെ വലിച്ചെറിയുകയും ചെയ്യുന്നതാണ്. അത്രമാത്രം വലിയ പ്രൊട്ടക്ഷൻ ഒരു മുസ്ലിമിന് നൽകുന്നത് സുബൈ നമസ്കാരമാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹു തർഗീബ് വ തർഹീബിൽ സ്വഹീഹുൽ ലിഗൈരിഹി എന്ന ദർജ നൽകിയ ഹദീസിൽ കാണാം, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. സുബൈ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചവർ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. ആ ദിവസം മുഴുവൻ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പിശാചിൽ നിന്ന്, മറ്റു പ്രയാസങ്ങളിൽ നിന്ന്, പറ്റിക്കപ്പെടുന്നതിൽ നിന്ന്, അതേപോലെയുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കണമെങ്കിൽ ഈ ഒരു അനുഗ്രഹത്തോടു കൂടി നമ്മൾ എഴുന്നേൽക്കേണ്ടതില്ല. ഈ ഒരു ബറക്കത്ത് ലഭിച്ചവരായി കൊണ്ട് എഴുന്നേൽക്കേണ്ടതില്ല. ഇല്ല,
ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ സംരക്ഷണം ലഭിക്കുന്നത്? മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ 78-ൽ പറയുന്നത് അഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്തണം, പ്രത്യേകിച്ചും ഫജ്റിലെ ഖിറാഅത്ത് അഥവാ സ്വലാത്തുൽ ഫജ്ർ. ഇന്ന ഖുർആനൽ ഫജ്രി ഐ സ്വലാത്തുൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്ർ നമസ്കാരം പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ മലക്കുകൾ സാക്ഷ്യം പറയും. അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ, അഥവാ അവർ രാത്രിയിൽ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളാണ്, അവർ റബ്ബിലേക്ക് കയറി പോകുമ്പോൾ പറയും, ഞങ്ങൾ ഫജ്റിന്റെ സമയത്ത് വരുമ്പോൾ അവർ പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുകയാണ്, നമസ്കാരം നിർവഹിക്കുകയാണ്. അപ്പോൾ ആ ജമാഅത്തിൽ പങ്കെടുത്തവർ മാത്രമേ അവിടെ അല്ലാഹുവിന്റെ അടുക്കൽ ഓർക്കപ്പെടുന്നുള്ളൂ. ജമാഅത്തിൽ പങ്കെടുക്കാത്തവർ ആ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അത് എത്രമാത്രം മോശമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ പരിഗണന ലഭിക്കാൻ, അവരുടെ സംരക്ഷണം ലഭിക്കാൻ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, ജീവിതത്തിലുടനീളം അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, ആത്യന്തികമായി എല്ലാത്തരം വഴികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ 5 വഖ്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. പ്രത്യേകിച്ചും ഫജ്ർ നമസ്കാരവും ഇശാ നമസ്കാരവും അസ്ർ നമസ്കാരത്തിന്റെയും കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു